like this. Otherwise, if you want, you can behind. If you want. ഞങ്ങൾക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കാണിച്ചു. ഹേ ഗായ്സ്, ലൈഫ് ഓഫ് മുഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ ബാംഗ്ലൂരിലെ പഴയ വീഡിയോ, അതായത് നമ്മൾ ബാംഗ്ലൂർ പണ്ട് പോയ സമയത്ത് എടുത്ത പഴയ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ ഏറ്റവും നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റുകളൊക്കെ പറയുമോ എന്നുള്ളത്. അപ്പം അതിലൊന്നാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ള MG റോഡ്. അതായത് ബാംഗ്ലൂരിനെ തന്നെ ഒരു പോർഷെ ഏരിയ എന്നൊക്കെ പറയാം, ഒരു ലക്ഷറി ഏരിയ ആയിട്ടുള്ള ഈ ഒരു MG റോഡിൽ നമ്മൾ ബാംഗ്ലൂർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതും അഫോർഡബിൾ റേറ്റിന്. അതായത് എങ്ങനെ അഫോർഡബിൾ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ കിട്ടും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബ്രാൻഡ്സ്, പുറത്തത്തെ വിദേശ ബ്രാൻഡ്സ് എല്ലാം ഇവിടെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാർഗൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും. അപ്പം ഞങ്ങൾ ഈ ഒരു ഏരിയയിലൂടെ നടക്കുന്ന സമയത്ത് നൈറ്റ് ലൈഫാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നൈറ്റാണ് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സേഫായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ബാംഗ്ലൂരിലുള്ള ഈ ഒരു MG റോഡ്. അതായത് രാത്രി സമയമാകുമ്പോൾ തോറും ഇവിടെ കച്ചവടക്കാർ, അതായത് പ്രത്യേകിച്ച് സ്ട്രീറ്റ് കച്ചവടക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു MG റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് 2 സ്ട്രീറ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ 2 സ്ട്രീറ്റുകളിലും ഇതേപോലെ തന്നെ കുറേ വഴിയോര കച്ചവടക്കാരെ കാണാം ഇതേപോലെ. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും ഗിഫ്റ്റ് ഐറ്റംസ്, അതേപോലെ തന്നെ ബാഗുകൾ, ചെരുപ്പുകൾ, വസ്ത്രങ്ങളൊക്കെ നല്ല സാധനങ്ങൾ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യാം. അപ്പം മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ ഞാൻ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം ഞാനിവിടെ സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് ആൾക്കാർ ബാർഗെയിൻ ചെയ്തിട്ട് അവർ പറയുന്ന റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരിക്കും. അവർ നമ്മളോട് 1000 അല്ലെങ്കിൽ 500 ഒക്കെ പറയും, പക്ഷേ അവരൊക്കെ ബാർഗൈൻ ചെയ്തിട്ട് വാങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഉദ്ദേശിച്ച പ്രൈസിന് നമ്മൾ ബാർഗൈൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. MG റോഡിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുക എന്നുള്ളത് കൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത് ഡ്രസ്സുകൾ, അതായത് എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സുകളും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റ് ആക്സസറീസ്, പ്രത്യേകിച്ച് നമ്മളെ ഗേൾസിന് ആവശ്യമായിട്ടുള്ള ജ്വല്ലറി ആക്സസറീസ്, പിന്നെ ഫുഡ് വെയർസ്, ബാഗുകൾ. ഇപ്പോൾ ജ്വല്ലറി ആക്സസറീസ് തന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് കാണാം. എല്ലാം നല്ല ക്വാളിറ്റി വരുന്ന, അതായത് നമുക്ക് ഒരുപാട് കാലം ലാസ്റ്റിങ് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ജ്വല്ലറീസ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപ മുതലാണ്, അങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ 100 നമുക്ക് ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ ഒരു ബാർഗെയിൻ കപ്പാസിറ്റി പോലെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളൊരു സാധനം ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈസ്, അവരൊരു പ്രൈസ് പറയുന്നത്, നമ്മളൊരു പ്രൈസ് പറയുന്നത്, നമ്മൾ പറയുന്ന പ്രൈസ് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സാധനങ്ങൾ എടുക്കാണ്ട് പോരുത്. അതവിടെ ഒരു വിഷയമായിരിക്കും. കാരണം അത് ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്വല്ലറി ആക്സസറീസിൻ്റെ ഒരു ഏരിയയിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല ഭംഗിയുള്ള ഇവിടുത്തെ കുറേ ട്രഡീഷണൽ ജ്വല്ലറീസും, അതേപോലെ തന്നെ കുറേ ഭംഗിയുള്ള കുറേ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഈ ഒരു ഗോൾഡ് മെറ്റലിൽ വരുന്നിട്ടുള്ള ഒരുപാട്, അതേപോലെ തന്നെ റോസ് ഗോൾഡിലൊക്കെ വരുന്നുള്ള അത്ര പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവാത്ത കുറേ ജ്വല്ലറി ആക്സസറീസും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയ സമയത്ത് ഇതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇപ്പം MG റോഡ് കുറച്ച് മുന്നോട്ട് പോയാൽ കുറേ സ്റ്റാൾ പോലെ അവർ ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ബാഗുകൾ, ചെരുപ്പുകൾ, പിന്നെ ഇതേപോലെ തന്നെ ഫാൻസി ആക്സസറീസ് ഒക്കെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗേൾസ് പർച്ചേസ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ടുള്ളത് ഈ ഒരു ജ്വല്ലറി ആക്സസറീസിനാണ്. അത്രമാത്രം ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ടൊരു കയ്യൊപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള ഒത്തിരി, അതായത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ടുള്ള കുറേ ജ്വല്ലറി ആക്സസറീസ് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇയറിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ഉണ്ടെന്നാ. പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയത് കുർത്തൻ്റെ സെക്ഷനായിരുന്നു. അതായത് കുർത്ത, അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഐറ്റംസ് ഇല്ലേ, ഈ ഒരു മെറ്റീരിയൽസ് ഐറ്റംസ്, ഈ ഡ്രസ്സിൻ്റെ ഒക്കെ, അതൊക്കെ നല്ല ഭംഗിയുള്ള ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റേറ്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ പറയുന്ന റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങോട്ട് പർച്ചേസ് ചെയ്യുക. അതാണ് എല്ലാവരും ഇവിടെ ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ട സമയത്ത് ഇതൊരു 1500-നുള്ളിലായിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. പക്ഷെ എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസിൽ തന്നെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു
കട വരുന്നത് ഫുള്ള് മെറ്റീരിയൽസ് ആണ്. അതിൽ തന്നെ ഒരുപാട് പാർട്ടി വെയറും അതേപോലെ തന്നെ കാഷ്വൽ വെയറും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് അധികം ഇവിടെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒത്തിരി അതിൻ്റെ മെറ്റീരിയൽസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ റെഡിമെയ്ഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ പോയത് ഏകദേശം ഒരു 7-7:30 ഒക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് മലയാളീസ് ഇവിടെ ഉണ്ട്. കുറേ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ ബാംഗ്ലൂരിൽ. കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോകും തോറും ഇതേപോലെ തന്നെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഈ വൈകുന്നേരം സമയങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഉച്ച സമയത്തൊന്നും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് ഒന്നും ഇറങ്ങേണ്ട. കാരണം ഇവിടെ ആൾ കുറവായിരിക്കും. ഒരു രാത്രി സമയമാണ് ഈ ഒരു MG റോഡിൻ്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ലക്ഷറി ആയിട്ട് ബാംഗ്ലൂരിൻ്റെ ഒരു ഭാഗങ്ങളിൽ ഒന്നും കൂടിയാണ് ഈ ഒരു MG റോഡ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് തന്നെയല്ല, നിങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ്. കാരണം നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ പുറത്ത് ഏതോ ഒരു രാജ്യത്ത് പോയ ഒരു ഫീലാണുള്ളത്. കാരണം അങ്ങനെയാണ് ഫുള്ള്. നമുക്ക് കുറേ വിദേശികളുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മലയാളീസ് ഉണ്ട്, ഇവിടുത്തെ ആൾക്കാരുണ്ട്, മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് വരുന്നുണ്ട്. പിന്നെ മെയിൻ ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പബ് സ്ട്രീറ്റ് കുറേ വരുന്നുണ്ട്. അപ്പം ഈ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു MG റോഡ്. ഷോപ്പിംഗ് മാത്രം തന്നെയല്ല, ഈ ഒരു മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല സേഫാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ ലോക്കൽ ട്രാവലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ എല്ലാം അടുത്തടുത്തായിട്ടാണ് MG റോഡിൻ്റെ വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനും നമുക്ക് ഈ ഒരു ഏരിയയിൽ പറ്റും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് വരുന്നത്, ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച അത്യാവശ്യം തിരക്ക് കുറച്ച് കുറവാണ്. അതുമാത്രമല്ല ഈ സ്ട്രീറ്റ് കച്ചവടക്കാരൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സൺഡേ വരുന്ന സമയത്ത് ഇതിലും കൂടുതലായിരിക്കും ഉണ്ടാവുക സൺഡേ മാർക്കറ്റ്. അപ്പം ആൾക്കാരും കൂടുതലായിരിക്കില്ല. ഏകദേശം എല്ലാവർക്കും സൺഡേ ഒരു ഫ്രീ ടൈമും കൂടിയാണല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ബൊക്കറ്റായിട്ടും അല്ലാണ്ട് സിംഗിൾ ഫ്ലവർ ആയിട്ടൊക്കെ വാങ്ങുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ എല്ലാവരുടെ കയ്യിലും കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും വാങ്ങുന്നത്. 150 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ടോട്ടി ബാഗുകൾ അങ്ങനത്തെ ഒക്കെ ഇതേപോലെ വഴിയോര കച്ചവടക്കാരായിട്ട് വിൽക്കുന്നവരുണ്ട്. ഇവിടുന്ന് ഷോപ്പ് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് കടകൾ ഇവിടെ നല്ല നല്ല ബ്രാൻഡിൻ്റെ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. അവരെല്ലാം ഇതേപോലെ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ. ബാംഗ്ലൂരൊന്നും പോകാൻ വലിയ ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മാക്സിമം ബഡ്ജറ്റായിട്ട് പോകാം. ബസ്സിനാണെങ്കിലും ട്രെയിനാണെങ്കിലൊക്കെ നിങ്ങളൊരു ബഡ്ജറ്റ് അനുസരിച്ച് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ട്രീറ്റും കൂടിയാണ് ബാംഗ്ലൂർ. നമുക്ക് എൻ്റർടൈൻമെൻറ്റും ഷോപ്പിങ്ങും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ മാക്സിമം പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് പോവുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു MG റോഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് MG റോഡ്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. പലർക്കും ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ ബാംഗ്ലൂർ എത്തിയെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ബഡ്ജറ്റ് ഞങ്ങൾ മാക്സിമം ആദ്യം തന്നെ സെറ്റ് ചെയ്യലുണ്ട്. അങ്ങനെ അപ്പോൾ അത് നമ്മളെങ്ങനെ പോയതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ റൂം സ്റ്റേ എടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും നല്ല തിരക്ക് കൂടി വരുന്നുണ്ട് ഇവിടെ. ഏകദേശം രാത്രി ആവും തോറും ടൈം കൂടുന്തോറും ഇവിടെ തിരക്ക് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ MG റോഡിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.